ഫോർട്ട് കൊച്ചിയിൽ 2 ഗ്രൗണ്ടിലും പാപ്പാജിയെ കത്തിക്കാൻ ഉപാധികളോടെ ഹൈക്കോടതിയുടെ അനുമതി. കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് അനുമതി. പാപ്പാജിയുടെ ചുവട്ടിൽ നിന്ന് 70 അടി അകലത്തിൽ സുരക്ഷാ ബാരിക്കേഡ് നിർമ്മിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങൾ അർച്ചന നൽകും കൊച്ചിയിൽ നിന്ന്. അർച്ചന, എന്തൊക്കെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് ഉപാധികൾ? കർശന ഉപാധികളോട് തന്നെയാണ് ഇത്തരത്തിൽ 2 ഗ്രൗണ്ടിലും പാപ്പാജിയെ കത്തിക്കാൻ ഹൈക്കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് 70 അടി അകലത്തിൽ സുരക്ഷാ ബാരിക്കേഡുകൾ നിർമ്മിച്ച് വേണം പാപ്പാജിയെ കത്തിക്കാൻ. അത്തരത്തിൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലീസ് ക്രമീകരിക്കണമെന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 ഗ്രൗണ്ടിലും, അതായത് വെളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലും പാപ്പാജിയെ കത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന സംഘടനയാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇവർ പ്രധാനമായും പറഞ്ഞിരുന്നത് എല്ലാ വർഷവും ഇത്തരത്തിൽ നിരവധിയായി പാപ്പാജിയെ പലയിടങ്ങളിലായി കത്തിക്കാറുണ്ട്. അതുകൊണ്ട് തങ്ങൾക്കും ഇത്തരത്തിൽ പാപ്പാജിയെ കത്തിക്കാൻ അനുമതി നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതി സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2 ഗ്രൗണ്ടിലും ഈ ന്യൂ ഇയറിന്റെ അന്ന് പാപ്പാജിയെ കത്തിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. പ്രധാനമായും നേരത്തെ ഇത് സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കിയിരുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണിച്ചാണ് ഇത്തരത്തിൽ ഇരു സ്ഥലങ്ങളിലും പാപ്പാജിയെ കത്തിക്കരുതെന്നൊരു നിർദ്ദേശം നൽകിയത്. 30 അടിയോളം വരുന്ന പാപ്പാജിയാണ് വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ചത്. ഇത് കത്തിക്കരുതെന്നാണ് പ്രധാനമായും പറഞ്ഞിരുന്നത്. കാരണം ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പ്രധാനമായും ഫോർട്ട് കൊച്ചിയിൽ ഈ ന്യൂ ഇയറിന്റെ സമയങ്ങളിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സുരക്ഷാ പ്രശ്നങ്ങൾ വരുമോ എന്ന ഒരു പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ പ്രധാനമായും പോലീസ് 2 ഇടങ്ങളിൽ ഇത്തരത്തിൽ പാപ്പാജിയെ കത്തിക്കരുതെന്നൊരു നിർദ്ദേശം വെക്കുകയുണ്ടായത്. എന്നാൽ ഇവർ ഇതിൽ നിന്നും പിന്നോട്ട് പോകുകയില്ല എന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിരുന്നു. തുടർന്നാണ് കോടതിയെ സമീപിക്കുകയും ഇത്തരത്തിൽ 2 ഇടങ്ങളിലും പാപ്പാജിയെ കത്തിക്കാൻ അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അർച്ചന, സാധാരണ ഒരു പാപ്പാജിയെ കത്തിക്കുമ്പോൾ തന്നെ ഫോർട്ട് കൊച്ചി പ്രദേശം മുഴുവൻ ഏതാണ്ട് കൊച്ചിയെ തന്നെ ഗതാഗത തടസ്സം അടക്കമുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും സുരക്ഷാ ക്രമീകരണങ്ങൾ ആ തരത്തിൽ വേണ്ടതുമാണ്. 2 പാപ്പാജികളെ കത്തിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുമ്പോൾ ഏതൊക്കെ വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണം വേണമെന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം? പ്രധാനമായും ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വേണം ഇത്തരത്തിൽ പാപ്പാജിയെ കത്തിക്കാൻ എന്നാണ് ഹൈക്കോടതി പ്രധാനമായും മാനദണ്ഡമായി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ 70 അടി ഓളം ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. അതേസമയം തന്നെ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഫോർട്ട് കൊച്ചി. അത് 2 ഇടങ്ങൾ, അതായത് പരേഡ് ഗ്രൗണ്ടിലും അതുപോലെ വെളി ഗ്രൗണ്ടിലും ഇത്തരത്തിൽ നിരവധിയായ ആളുകൾ എത്തുമ്പോൾ അതിൽ പോലീസിന് ആവശ്യമായ സുരക്ഷാ പ്രശ്നങ്ങൾ ക്രമീകരിക്കുന്നതിൽ തടസ്സമുണ്ടാകുമെന്ന് കാണിച്ചാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഇവർ നേരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇത്തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പാപ്പാജിയെ കത്തിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് എന്തുകൊണ്ട് തങ്ങളെ മാത്രം ഇത്തരത്തിൽ കത്തിക്കാൻ അനുവദിക്കില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചത്. ഇതോടെയാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ഇടപെടുകയും 2 ഇടങ്ങളിലും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെ പാപ്പാജിയെ കത്തിക്കാൻ അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ സുരക്ഷാ പ്രശ്നങ്ങളാണ്. അതിൽ പ്രധാനമായും നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിപ്പിക്കേണ്ടി വരും. അത്തരത്തിൽ 2 ഇടങ്ങളിലേക്കും ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരികയും മാത്രമല്ല ഈ ഗതാഗത തടസ്സം അടക്കം ഉണ്ടാവുകയും ആളുകൾ ഒരുപാട് എത്തുമ്പോൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ന്യൂ ഇയറിനടക്കം അത്തരത്തിൽ നിരവധി പേർക്കാണ് ശ്വാസതടസ്സം അടക്കം ഉണ്ടായത്. അതായത് അത്രയും ആളുകൾ ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ക്രമീകരണം, സുരക്ഷാ ക്രമീകരണത്തിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടായാൽ അത് വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് പോലീസ് ഇത്തരത്തിലൊരു നിർദ്ദേശങ്ങൾ നൽകിയത്. മാത്രമല്ല 2 ഇടങ്ങളിലും പാപ്പാജിയെ കത്തിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് 2 ഇടങ്ങളിലും പാപ്പാജിയെ കത്തിക്കാമെന്നാണ്. അതിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ബാരിക്കേഡുകൾ സ്ഥാപിക്കുക എന്ന് തന്നെയാണ്. അതെ അർച്ചന, ഈ 2 പാപ്പാജി എന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വരുന്നത്? ഒന്ന്, ഈ കേസ് കോടതിയുടെ പരിഗണനയിലായിരുന്നു, പരാതി കോടതിയുടെ പരിഗണനയിലായിരുന്നു, എങ്കിലും സമാന്തരമായി ഇതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും നേരത്തെ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിരുന്നു. മുൻ വർഷങ്ങളിലെല്ലാം തന്നെ കാർണിവൽ കമ്മിറ്റിയാണ് ഈ പാപ്പാജിയെ പരേഡ് ഗ്രൗണ്ടിൽ കത്തിക്കുന്നത്. അതേസമയം അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ വെളി ഗ്രൗണ്ട്. ഇവിടെ 2 ഇടങ്ങളിലുമാണ് ഇപ്പോൾ പാപ്പാജി നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും പാപ്പാജിയുടെ പണികളെല്ലാം പൂർത്തീകരിക്കുന്നുണ്ട്. ഇനി അവസാനഘട്ട ഒരുക്കങ്ങൾ മാത്രമാണുള്ളത്. അതിനിടെയാണ് ഇത്തരത്തിൽ കത്തിക്കാൻ അനുവദിക്കില്ല എന്ന പോലീസ് നിലപാട് വ്യക്തമാക്കിയത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ സുരക്ഷാ പ്രശ്നങ്ങളാണ്. തുടർന്നാണ് ഈ സ്വകാര്യ കമ്മിറ്റി, അതായത് ഗാലാഡി കൊച്ചി എന്ന
എന്ന കമ്മിറ്റി ഇത്തരത്തിൽ പാപ്പാജിയെ കത്തിക്കുമെന്നൊരു കടുത്ത നിലപാടിലേക്ക് അടുക്കുകയും പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടെയാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ഇടപെട്ട ഇപ്പോൾ പാപ്പാജിയെ കത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലുമാണ് ഇത്തരത്തിൽ 30 അടിക്ക് മുകളിലായിട്ടുള്ള പാപ്പാജിയെ നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ കർശന നിർദ്ദേശങ്ങളോടെ കർശന മാനദണ്ഡങ്ങളോടെ ഇത്തരത്തിൽ 2 ഇടങ്ങളിലും പാപ്പാജിയെ കത്തിക്കാമെന്നാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. അതെ, ഡിസംബർ 31 രാത്രി ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പാപ്പാജിയെ കത്തിക്കുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് അതായിരുന്നു. അങ്ങനെ അതിന് മാത്രമായി സുരക്ഷ ഒരുക്കാൻ മാത്രം ഏതാണ്ട് 1000-ലേറെ പോലീസുകാർ വേണമെന്നാണ് കണക്ക്. രണ്ടാമതൊരു പാപ്പാജിയുടെ വരുമ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം? അതുതന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ലക്ഷക്കണക്കിനായ ആളുകൾ ഫോർട്ട് കൊച്ചിയിൽ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള പോലീസ് സുരക്ഷയും ഉറപ്പാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും 1000-ലധികം, എന്നെ സൂചിപ്പിച്ചതുപോലെ 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ പോലീസിനെ വിന്യസിപ്പിക്കുന്നത്. അത് ഇപ്പോൾ കൂടുതൽ വേണ്ടിവരുമെന്ന ഒരു ആശങ്ക പോലീസിന് മുന്നിലുണ്ട്. അതിൽ പ്രധാനമായും 2 ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ പാപ്പാജി കത്തിക്കുമ്പോൾ 2 ഇടങ്ങളിലും വലിയ രീതിയിൽ ആളുകൾ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഗതാഗത കുരുക്കടക്കം വലിയ രീതിയിൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ചെറിയ റോഡുകളാണ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നിരവധിയായ ആളുകൾ എത്തുമ്പോൾ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതലായി വേണ്ടിവരും. അങ്ങനെ കൂടുതൽ പോലീസുകാരെ ഇത്തരത്തിൽ നിയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എന്തായാലും നീങ്ങുന്നത്. മാത്രമല്ല കൃത്യമായ മാനദണ്ഡങ്ങൾ കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പാലിച്ചു വേണം ഇത്തരത്തിൽ 2 ഇടങ്ങളിലും പാപ്പാജിയെ കത്തിക്കാൻ. അതുകൊണ്ട് തന്നെ പോലീസ് ഇത് സംബന്ധിച്ച് വലിയ ആശങ്കയിലാണ്. കാരണം കൂടുതൽ പോലീസിനെ വിന്യസിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരും. കൂടുതൽ ഇടങ്ങളിലേക്ക് പോലീസിനെ വ്യാപിപ്പിക്കേണ്ടി വരും. മാത്രമല്ല ഈ ജങ്കാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായും വാഹനങ്ങളെല്ലാം തന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ കൃത്യമായി ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കിയാൽ മാത്രമേ ഈ ഗതാഗത കുരുക്കടക്കം പരിഹരിക്കാൻ കഴിയൂ. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ പോലീസിനെ സംബന്ധിച്ചുണ്ട്. കൂടുതൽ ആളുകൾ വരുമ്പോൾ അത്തരത്തിൽ ആളുകൾക്ക് പോവാൻ കഴിയാത്തൊരു സാഹചര്യം ഫോർട്ട് കൊച്ചി എപ്പോഴും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വെല്ലുവിളികൾ പോലീസിന് മുന്നിലുണ്ട്. അതിനിടെയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടി ക്രമീകരിച്ച് വേണം 2 ഇടങ്ങളിലും പാപ്പാജി കത്തിക്കാൻ എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നത്. എന്തായാലും കൃത്യമായ മാനദണ്ഡങ്ങൾ, അത് ബാരിക്കേഡാണ്, അത് പ്രധാനമായും ഹൈക്കോടതി മുന്നോട്ട് വെച്ച മാനദണ്ഡമാണ്. അത് പാലിച്ച് മാത്രമേ ഇത്തരത്തിൽ 2 ഇടങ്ങളിലും പാപ്പാജിയെ കത്തിക്കാൻ കത്തിക്കാവൂ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയത്. ശരി, ഫോർട്ട് കൊച്ചിയിൽ 2 ഗ്രൗണ്ടിലും പാപ്പാജിയെ കത്തിക്കാൻ ഉപാധികളോടുകൂടി ഹൈക്കോടതിയുടെ അനുമതി. അർച്ചനയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.